പുറത്ത് നല്ല മഴ. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു കുപ്പി കിട്ടി. ഇതിൽ നമുക്ക് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാം. അടിച്ച പൊട്ടും, അങ്ങനെ പൊട്ടിച്ച് ചുമ്മാ കളയൊന്നും വേണ്ട. ഇതിൽ അടിപൊളി ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്ത് നമുക്ക് അടിപൊളി നിൽക്കാം. ഇതാണ് നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഔട്ട്ലൈനർ. ഈ ഔട്ട്ലൈനർ വെച്ചാണ് നമ്മൾ കുപ്പിയിൽ വരയ്ക്കുന്നത്. ഇത് കുപ്പിയിൽ വരച്ച് ഒരു ദിവസം കഴിഞ്ഞാൽ ഇത് ഉണങ്ങത്തുള്ളൂ. ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ കളേഴ്സ് ഉപയോഗിച്ച് തന്നെ കളർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വെച്ച് വരച്ചു തുടങ്ങാം. വരച്ചൊരു ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടെ വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. ഉണങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റ് കളർ അടിച്ച് ഇതാക്കിയതിന് ശേഷം മാത്രമേ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കളർ അടിച്ചു കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഇത്രയും കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ എടുക്കുന്നത് റെഡ്, ഓറഞ്ച്, യെല്ലോ, ഈ 3 കളർ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കളർ അടിച്ചെടുക്കാം. നമ്മൾ ഈ ഗ്ലാസ് പെയിന്റ് ചെയ്യുന്ന സമയത്ത് ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബബിൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബബിൾ വരാത്ത രീതിക്ക് വേണം നമ്മളിത് കളർ ചെയ്യാൻ. നമ്മള് പൂക്കൾ മൊത്തം കളർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾക്കും കൂടെ കളർ അടിച്ചത്. അങ്ങനെ നമ്മൾ മൊത്തം കളർ അടിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇതൊരു ദിവസം എടുക്കുന്നേട്ടോ ഉണങ്ങാൻ മൊത്തത്തിൽ. ഇതിന് ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് തെർമോക്കോളോ വേറെ എന്തെങ്കിലുമൊക്കെ, അതായത് മണലോ എന്തെങ്കിലുമൊക്കെ നിറച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ തെർമോക്കോള് നിറയ്ക്കാം. ഇനി ഈ തെർമോക്കോളിനെ കുപ്പിക്കകത്ത് നിറച്ചു കൊടുക്കാം. ക്ഷമയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ക്ഷമയില്ലാത്തവർ ഇത് തീരെ ചെയ്യാൻ പോകരുത്.
ഫൈനലി നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് നമുക്ക് കാണാം.